പ്രിയമുള്ളവരെ, ഇരുണ്ട ഡിജിറ്റൽ ലോകത്തിൽ പ്രകാശമാകുക. ബി ദ ലൈറ്റ് ഇൻ എ ഡാർക്ക് ഡിജിറ്റൽ വേൾഡ്. മത്തായിയുടെ സുവിശേഷം 5:14 ഇങ്ങനെ പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്റർനെറ്റ് ലോകത്തെ ബന്ധിപ്പിച്ചു. പക്ഷേ അതോടൊപ്പം വെറുപ്പ്, വ്യാജവാർത്ത, അശ്ലീലത, അപവാദം, വിഭജനം എന്നിങ്ങനെയൊക്കെ വ്യാപിക്കാനിടയായി. പലരും മണിക്കൂറുകൾ ഇരുട്ട് സ്വീകരിക്കാനും മിനിറ്റുകൾ മാത്രം ദൈവത്തെ തേടാനും ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു പറഞ്ഞത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലൈറ്റ് ഡസ് നോട്ട് കണ്ടന്റ് വിത്ത് ഡാർക്ക്നെസ്, ഇറ്റ് ഷൈൻസ്. അതേ, വെളിച്ചം ഇരുട്ടുമായി തർക്കിക്കുന്നില്ല, അത് പ്രകാശിക്കുന്നു എന്നുള്ളതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന വാക്കുകളും പങ്കിടുന്ന സന്ദേശങ്ങളും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കണം എന്നുള്ളതാണ്. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, ചോദിക്കുക, ഇത് വാസ്തവത്തിൽ സത്യമാണോ? ഇത് സ്നേഹമുള്ളതാണോ? ഇത് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്നിങ്ങനെ ഒന്ന് സ്വയം ശോധന ചെയ്യുകയും അതിന് നടുവിൽ മുന്നേറുവാൻ ഇടയാകണം. നമ്മുടെ ഫോൺ ശുശ്രൂഷയുടെ ഉപകരണമാകാം. ഒരു വചനം ഒരാളുടെ ജീവിതത്തിൽ പ്രത്യാശ പകരാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ ആഴ്ച ഡിജിറ്റൽ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ വെളിച്ചമായി പ്രകാശിപ്പിക്കേണ്ടതിന് നാം ജീവിക്കൂ എന്നുള്ളതാണ്. ലൈവ് വാസ് ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ദിസ് വീക്ക്. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.